ജിൻഡോയ്ക്ക് കയറി കളിക്കാൻ പ്രത്യേക സ്പേസ് ഒന്നും വേണമെന്നില്ല. ജിൻഡോ ഇത്തിരി സ്ഥലമുണ്ടെങ്കിൽ അവിടെ നുരഞ്ഞു കയറി കളിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ജിൻഡോ സ്കോർ ചെയ്യുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയും ഒരു സംഭവം ഉണ്ടായി. ഈ ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് പലപ്പോഴും വടി കൊടുക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ തന്നെയാണ്. ഈ വടി അങ്ങോട്ട് മേടിച്ച് വെച്ച് തിരിഞ്ഞടിക്കുന്ന ജിൻഡോയെ നമ്മൾ ഇന്നലെ കണ്ടു. അതും നന്ദനയുടെ ഉച്ചയ്ക്ക് തന്നെ ആ അടി കൊണ്ടു എന്ന് നന്ദനയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാര്യം വേറെ ഒന്നുമല്ല, നന്ദനയോട് ലാലേട്ടൻ ചോദിച്ചു ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നന്ദന സാധാരണ ജാസ്മിനോടൊക്കെ സംസാരിക്കുന്ന ലെവലിൽ ഒരു കാച്ചാമെന്ന് വിചാരിച്ച് നന്ദന പറഞ്ഞു ടാസ്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു ലാലേട്ട. പക്ഷേ ഈ ടാസ്കിനിടയിൽ ജിൻഡോ ചേട്ടൻ സായിയെ പറ്റി പറഞ്ഞത്, നട്ടലില്ലാത്തവനെ എന്ന് പറഞ്ഞത് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് എത്രയോ ആൾക്കാർ പുറത്ത് വയ്യാതൊക്കെ കിടക്കുന്നുണ്ട്, അവർക്കത് ഹേർട്ടാവത്തില്ലേ എന്ന് നന്ദന ചോദിക്കുകയാണ്. നന്ദന വിചാരിച്ചു മാഫ് ഡയലോഗാണ്, നാളെ എല്ലാവരും എന്നെ പുകഴ്ത്തും. നന്ദന ചോദിച്ചു കേട്ടോ, ലാലേട്ടൻ്റെ മുന്നേ പൊളിച്ചു, അടിച്ചു, തിമിർത്തു എന്നൊക്കെ പലരും വീഡിയോ ഇടും എന്ന് ഒരുപക്ഷെ നന്ദന വിചാരിച്ചു കാണും. പക്ഷേ നന്ദനെ ഓർത്തില്ല, ഇത് കളിക്കുന്നത് ജാസ്മിനോടല്ല ജിൻഡോയോടാണ്. ഞാനും വിചാരിച്ചു ജിൻഡോ എന്തു പറഞ്ഞൊഴിയാവും. ജിൻഡോ ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി ലാലേട്ട, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ഒരുപക്ഷെ അവിടെ വെച്ച് പറയും എന്ന് ഞാൻ കരുതി. പക്ഷേ ഒരുപക്ഷെ ലാലേട്ടൻ ജിൻഡോയെ പൊളിച്ചടുക്കും എന്ന് വിചാരിച്ചു, തൊലി ഉരിക്കും എന്ന് വിചാരിച്ചു, ജിൻഡോ ആകപ്പാടെ വിഷമിക്കും എന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല, എല്ലാം നമ്മുടെ തോന്നലായിരുന്നു. ലാലേട്ടനും ബിഗ് ബോസും മറ്റേ ഒരുപക്ഷെ അത്ഭുതപ്പെട്ട് കാണും, ഇങ്ങനെ ഒരു മനുഷ്യനോ എന്ന്. കാരണം ജിൻഡോ എണിച്ച് നിന്ന് പറഞ്ഞു ലാലേട്ട, അത് ഒരു ടാസ്കിൻ്റെ ഭാഗമായി രണ്ട് ടീമുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഒരാളെ തകർക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സായിയോട് അങ്ങനെ നട്ടലില്ലാത്തവനെ എന്ന് വിളിച്ചത്. അത് ആ ടാസ്ക് കഴിഞ്ഞതോളം അത് തീർന്നു. നമ്മളിവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അത് അവിടെ ആ ടാസ്ക് കഴിയുമ്പോൾ അത് തീരും. പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ച് ക്ഷമ ചോദിക്കും. അതുതന്നെയാണ് ഇവിടുത്തെ രീതി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സായിയോട് കാലെ പിടിച്ചും ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് അവിടം കൊണ്ട് തീർന്നു. പക്ഷേ നന്ദന, ഈ പറയുന്ന നന്ദന ടാസ്കിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഇവിടുത്തെ ഒരു മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് കെയോട് നട്ടലില്ലാത്തവനെ, നട്ടൽ നിവർന്നു നിന്ന് സംസാരിക്കൂ എങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ടാസ്കിൻ്റെ ഭാഗമല്ല, ടാസ്കിൻ്റെ ഭാഗമല്ലാതെ തന്നെ അത് നമ്മളും കേട്ടിട്ടുണ്ടേ. അപ്പം ജിൻഡോ ചോദിക്കുന്നു, എന്നിട്ട് ഒരിക്കൽ പോലും അഭിഷേകിനോട് ഒരു ക്ഷമ പറയാനുള്ള സാമാന്യം മര്യാദ പോലും നന്ദന കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദനയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു, ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ. ഞാൻ പറഞ്ഞില്ലേ, നന്ദന കൊടുത്ത വടി അത് മേടിച്ചിട്ട് നന്ദനയുടെ ഉച്ചിക്കിട്ട് അടിച്ച അവസ്ഥയായിരുന്നു നന്ദനയുടെ നിൽപ്പ് കണ്ട തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസും ലാലേട്ടനും പോലും ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചേ കാണില്ല. കാരണം അവർ തന്നെ ഞെട്ടിപ്പോയി കാണും. അതുകൊണ്ടാണല്ലോ ലാലേട്ടൻ പിന്നെ ഒന്നും ചോദിച്ചില്ല, ജിൻഡോ ഇരുന്നോളം പറഞ്ഞു. ഇനിയും നന്ദന പലപ്പോഴും ജാസ്മിനോട് കളിച്ച് ഇങ്ങനെ ഓരോരോ ഡയലോഗ് പറയുമ്പോൾ നമ്മളിവിടെ ഊറ്റം കൊണ്ടിട്ടുണ്ട്. നന്ദനയെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, പൊളിച്ചു, തിമിർത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നന്ദന വിചാരിച്ചു എന്നാൽ അല്പം ജിൻഡോയോടൊന്ന് ഏറ്റുമുട്ടിയേക്കാം, അല്പം കയ്യടി കൂടുതൽ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നന്ദനയ്ക്ക് തെറ്റിപ്പോയി. ഇത് ജിൻഡോ ആയിരുന്നു എന്ന് നന്ദന ഓർത്തില്ല, ജാസ്മിനല്ല ജിൻഡോ. പിന്നെ നന്ദന പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു പലപ്പോഴും ചിന്തിച്ച് കാണുമായിരിക്കാം, വേണ്ടായിരുന്നു ജിൻഡോ ചേട്ടനോട് ഏറ്റുമുട്ടണ്ടായിരുന്നു എന്ന് ഓർത്ത് കാണും അല്ലേ. അതുതന്നെയാണ് നമ്മൾ ഈ ജിൻഡോ ഇഷ്ടപ്പെടാനുള്ള കാരണം. നമ്മൾ വിചാരിക്കാത്ത അവസരത്തിൽ നമ്മൾ എന്തു പറഞ്ഞു നിൽക്കും ഈ മനുഷ്യനെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങേറെ ഒരു വരവുണ്ട്, ഒന്നൊന്നര വരവാണ് ആ ഡയലോഗിൽ. എല്ലാം തകർന്നു പോകും. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ജിൻഡോ മാജിക്കായി മാറുന്നത്.